ഈ ബൊക്കെ എനിക്കാണോ? തന്നേക്കൂ. തരുന്നതിനും സാറ് വാങ്ങുന്നതിനും എനിക്ക് വിരോധമില്ല. പക്ഷെ സാറ് വെടി തീരും. അതെന്താ? ഇത് സാധാരണ ബൊക്കെയല്ല, ബോംബ് ബൊക്കെയാണ്. ഇതിനകത്ത് ടൈം ബോംബ് വെച്ചിട്ടുണ്ട്. ദേ, സമയമാകുമ്പോ ഇത് പൊട്ടും. നിന്റെ തല ഭയങ്കര തന്നെ. സാറിന്റെ തലയ്ക്ക് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ഈ ഡേഞ്ചറസ് ബൊക്കെ ഓപ്പറേഷൻ ഒന്ന് വിവരിക്കാമോ? ഓക്കെ. ഇത് നാൻസി ഫിലിപ്പിന്റെ മുറിയിൽ ഞാൻ വെക്കുന്നു. പൂക്കൾ ഇഷ്ടപ്പെടുന്ന നാൻസി ഇതെടുത്ത് മണപ്പിക്കുന്നു. നല്ല ധൈര്യം ഉണ്ടല്ലോ. മരണം സംഭവിക്കുന്നു, സ്വത്ത് മുഴുവൻ സാറിന് കിട്ടുന്നു. പകുതിയായിട്ട് ഞാൻ ദുബായിക്ക് പോകുന്നു. സാർ പോവുക പോകാതിരിക്കുക എന്തുകൊണ്ടും ചെയ്യുന്നു. വെരി സിമ്പിൾ. അതെങ്ങനെ? മനസ്സിലായില്ലല്ലോ. മനസ്സിലായില്ലേ? 50-50 അല്ലേ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ്? ഓ, അങ്ങനെ പകുതി. എന്താ വാക്ക് മാറാൻ വല്ല പരിപാടിയുണ്ടോ? ഏയ്, ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, കൃത്യസമയത്ത് പൊട്ടുമെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. ഓഹോ, എന്നാ ഇനി സമയങ്ങളുണ്ട. ഓപ്പറേഷൻ തുടങ്ങിക്കോളൂ. ബ്ലെസ്സിങ്സ്, അനുഗ്രഹം. എന്താ ബൊക്കെ? ഇത് ബോംബ് അല്ല, ബൊക്കെ മാഡത്തിന്റെ മുറി കൊണ്ടുവയ്ക്ക. മാഡം കുളിക്കാണ്. എന്നാ കുളിമുറി കൊണ്ടുവയ്ക്കേ. അല്ല, കുളി കഴിഞ്ഞ് മുറി വരുമ്പോ കൊണ്ടുവയ്ക്കണം. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ടും കടലി. പഴം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കള്ളി. വാസന്തി, പൂക്കൾ ആർക്കാ? അച്ചേട്ടന് ഞാൻ. നിന്റെ മനസ്സെനിക്കറിയാം. നിനക്ക് എന്നെ ജീവനാണെന്നും അറിയാം. നമുക്കുണ്ടാകുന്ന കുഞ്ഞ് ഇതുപോലെ ഇരിക്കണം കേട്ടോ. പാടാ, നീ ഒന്നും പോച്ച് കേട്ടോ. അയ്യടാ കള്ള. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇപ്പൊ ബോംബ് പൊട്ടും. മാഡം ക്ലോസ്. എന്റെ ദൗത്യം തീരുന്നു. എനിക്ക് ഷെയർ കിട്ടും. അതെ, ഇതാണ് നമ്മുടെ കുഞ്ഞിന്റെ പൊന്നരഞ്ഞാണം. പൊന്നരഞ്ഞാണം എവിടെ? പൊന്നരഞ്ഞാണം വാസന്തി, നീ ചെല്ലേ, പോയി എന്തെങ്കിലും ഫുഡ് അറേഞ്ച് ചെയ്യേ. എന്താണെങ്കിൽ ഒരു ശൃംഗാരം. വെറുതെ വല്ലതും പറഞ്ഞ് എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കല്ലേ. ഈ ബൊക്കെ ഇതാർക്കാ? അതെ, ഈ വാസന്തി അല്ല, ഈ നാൻസി കുഞ്ഞിനെ മുറി വെക്കാൻ കൊണ്ടുവന്ന. ആ മുറിയിൽ വെക്കാനുള്ള ബൊക്കെ ഞാൻ വെക്കാം. ഓക്കെ. എന്താ വെച്ചോ, എനിക്കെന്താ ഐഡിയ. ഈ ബൊക്കെ കൊടുത്തിട്ട് നാൻസിയോട് ഞാൻ എന്താ പറയാ? നാൻസി, ഇതാ ഒരു സ്നേഹ സമ്മാനം. ഇവനെന്താ നാൻസിയുടെ മുറിയുടെ മുമ്പിൽ കിടന്ന് കറങ്ങുന്നത്? ഇവന്റെ കയ്യിലുണ്ടല്ലോ ബൊക്കെ. ഇവൻ നാൻസിക്ക് ബൊക്കെ കൊടുത്താൽ ചാപ്ലിൻ എങ്ങനെ കൊടുക്കും? എന്താ ഇവിടെ? എന്താ ഇവിടെ? ഇവിടെ ഒന്നുമില്ലല്ലോ. നീ എന്താ ഇവിടെ? അത് പിന്നെ എനിക്കൊരു സെക്യൂരിറ്റി പ്രോബ്ലം ഇവിടെ ഫീൽ ചെയ്തു, അതുകൊണ്ട് നിൽക്കുന്നത്. സെക്യൂരിറ്റി പ്രോബ്ലത്തെ എന്തിനാണ് ബൊക്കെ? ഇത് എന്റെ ഹൃദയ അല്ല, ബൊക്കെയാ. ഇത് നാൻസിയുടെ റൂമിൽ വെക്കാൻ. നാൻസിയുടെ പറഞ്ഞ് നീ വെക്കണ്ട. അയ്യോ അല്ല, എനിക്ക് വെക്കാനല്ല, സാറിന്റെ തന്നിട്ട് നാൻസിയുടെ റൂമിൽ വെച്ചിട്ട് ഞാൻ പോയിട്ട് അതെ സാറ് കൊടുത്താൽ മതി. ഓക്കെ. എന്തോ പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ. ദൈവമേ, മനസ്സ് വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടക്കണമേ. ഓ അങ്കിൾ, എന്താ കയ്യില്? ഒന്നുമില്ല, ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഹായ്, നല്ല ഫ്ലവേഴ്സ്. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് എന്റെ ഒരു ഫ്രണ്ട് ബർത്ത്ഡേ പ്രസന്റ് ആണ്. ലവ്ലി ഫ്ലവേഴ്സ്. ഇത് എനിക്ക് കിട്ടിയേ പറ്റൂ. ഇത് എനിക്ക് മാത്രമായിട്ടുള്ളതാണ്. അതൊന്നും പറഞ്ഞേ പറ്റില്ല, എനിക്ക് ഇപ്പൊ കിട്ടിയേ പറ്റൂ. ഞാൻ വേറെ അറേഞ്ച് ചെയ്ത് തരാം. ഇതിൽ നല്ല ഫ്ലവേഴ്സ് എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പൊ തന്നെ കിട്ടും. ഉടനെ കിട്ടണം. ഉടനെ കിട്ടും. ചേടാ, ഇതിൽ തന്നെ ബോംബ് വെച്ചാൽ മതിയായിരുന്നു. ഈ ചാപ്ലിൻ അവിടെ പോയി കിടക്കുന്നു. സാർ ഒരുത്തരാണ് ഇതിനൊക്കെ കാരണക്കാരൻ. എന്റെ ബൊക്കെ കണ്ടിട്ട് സാറിന് മനസ്സിലായില്ലേ? മുഖത്ത് 2 ഉണ്ട കണ്ണുകളുണ്ടല്ലോ, പോരാത്തിന് 2 കണ്ണട വേറെ. എന്തിനാ സാറേ ഇത് കഴുത്തി കെട്ടി തൂക്കിട്ടോണ്ട് നടക്കുന്നേ? അല്ല, ഈ ഒരെണ്ണം ദൂരെയുള്ളത് കണ്ടുപിടിക്കാൻ, ഈ രണ്ടാമത്തേത് അടുത്തുള്ളത് കണ്ടുപിടിക്കാൻ. ഇതെന്തിനാണെന്ന് പറയാമോ? ഇത് രണ്ടും എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ. മിടുക്ക.
ഇങ്ങനെ ഒരു ബുദ്ധിമാനെയാണല്ലോ ഞാൻ ഈ ദൗത്യം ഏൽപ്പിച്ചു വിട്ടതെന്ന് ആലോചിക്കുമ്പോൾ ഹാ, അഭിമാനം തോന്നുന്നു. ദേ, രോമാഞ്ചം. താങ്ക് യു സാർ. എഴുന്നേക്കണം. അവന്റെ ഒരു ഒടുക്കത്തെ ബൊക്കെ ഓപ്പറേഷൻ. ഇതിങ്ങനെ ഒരു കോപ്പ് ഓപ്പറേഷൻ ആവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. സാറിന് എങ്ങനെ അറിയാം? സാറ് ത്രികാലജ്ഞാനിയാണോ? വായറക്കണ്ട മരക്കെഴുതേ. എനിക്കറിയാമോ ആ ബൊക്കെ ഈ ബൊക്കെയാണെന്ന്. ഞാൻ കരുതി ഈ ബൊക്കെ വേറെ ബൊക്കെയാണെന്ന്. ഇപ്പോഴല്ല മനസ്സിലായി നിന്റെ ബൊക്കെയാണ് ആ ബൊക്കെയെന്ന്. ഏതായാലും എന്റെ ബൊക്കെ ഹാഫ് ബോയിൽഡ് ആയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? വേറെ പദ്ധതികൾ ആലോചിക്കാം. ആലോചിച്ച സോ പഠിച്ചു. വേണ്ട വേണ്ട വേണ്ട, ഒരു പദ്ധതി പരമുള്ള പദ്ധതി തന്റെ ഞാനാണോ പോയിസൺ മിക്സ് ചെയ്തോ? മിക്സ് ചെയ്തു. ഏത് ഗ്ലാസ്സിൽ? ദേ ഈ ഗ്ലാസ്സിൽ. ഉറപ്പാണല്ലോ? വേണേ കുടിച്ചു നോക്കൂ. കൊണ്ടുപോടാ. ഈ കടങ്കഥയുടെ ഉത്തരം പറ. ഓ മൈ ഗോഡ്, എനിക്കൊന്നും മനസ്സിലായില്ല. ചോദ്യം എനിക്ക് മനസ്സിലായോ? മനസ്സിലായോ? അതിനൊത്തിരി Please ബുദ്ധിമാണ്. repeat, Charlie. ഇതിൽ ഇത്ര മനസ്സിലാക്കാൻ പറയാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മുടെ ചാപ്ലിന്റെ ജന്മദിനം പ്രമാണിച്ച് നമുക്ക് ഒരു ഗ്ലാസ് പായസം കുടിക്കാം. Many many happy returns of the day, Chaplain. താങ്ക് യു മാഡം. നാൻസിക്കുള്ള കൊടുക്ക്. കുടിക്കാൻ വരട്ടെ. കടങ്കഥയുടെ ഉത്തരം പറഞ്ഞിട്ട് കുടിച്ചാൽ മതി. അയ്യോ ഞാൻ പറഞ്ഞു തൊലയ്ക്കേ. തൊലച്ചോണ്ടിരിക്കല്ലേ. അതായത് ദേ, ഇത് നെല്ല്, ഇത് തോണി, ഇത് കോഴി, ഇത് തോണിക്കാരൻ, ഇത് കുറുക്കൻ. ഈ കുറുക്കനും കോഴിയും കൂടെ ഒരിടത്ത് നിർത്തിയാൽ കുറുക്കൻ കോഴി പിടിക്കും. ഈ നെല്ലും കോഴിയും കൂടെ ഒന്നിച്ച് വെച്ചാൽ നെല്ല് കോഴി. ഈ തോണിയില് രണ്ടൈറ്റത്തിൽ കൂടുതൽ കയറ്റിയാൽ തോണി മുങ്ങും. കയറ്റാൻ പറ്റില്ല. അപ്പോ എല്ലാ ഐറ്റത്തിനും കൂടി എങ്ങനെ അക്കരെ കടത്തും? അതാണ് ഇവിടുത്തെ പ്രശ്നം. കുറുക്കൻ കോഴിയെ തിന്നാൻ പാടില്ല, കോഴി നെല്ല് തിന്നാൻ പാടില്ല, തോണി മുങ്ങാൻ പാടില്ല, ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങനെ പറ്റും? ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാക്കാൻ പാടില്ല. ഓക്കെ, കുടിക്ക്. ഞാനും കുടിക്കാം. ആഹാ, നല്ല ബെസ്റ്റ് പായസം. എടുക്കൂ, കുടിക്കൂ. കഴിക്ക് Chaplain. സാറ് പായസം കുടിക്കണം സാർ. നീ കുടിക്ക്. എന്റെ ജന്മദിനമല്ലേ, സാറ് കുടിക്കണം. നിന്റെ ജന്മദിനല്ലേ, നീ കുടിച്ചാ മതി. സാറ് കുടിക്കുന്നതാണ് എനിക്ക് സന്തോഷം. നീ കുടിക്കുന്ന എനിക്ക് സന്തോഷം. അല്ല, അങ്ങനെ പറയരുത്. സാർ കുടിച്ചാൽ എടുത്ത് കുടിക്കണം. നീ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിച്ചോ. നല്ല ടേസ്റ്റ്. കുടിക്കൂ. അങ്ങൾ കുടിക്കുന്നില്ലേ? നോ. ചാപ്ലിൻ, ഇപ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ ആൽബം സാറേ, കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ദൗത്യം ഞാൻ ഏറ്റെടുത്തത്. സാറിന്റെ ഇടപെടൽ കാരണം എന്റെ പ്ലാനിങ് എല്ലാം പൊളിയാണ്. ഇക്കണക്കിന് പോയാൽ ഞാൻ കുത്തുവാള എടുക്കുന്നു മാത്രമല്ല, എന്റെ പുകയും കാണും. ഇതിൽ നല്ല ജയിലിൽ പോയി ഉണ്ട തിന്നെയായിരുന്നു. അപ്പൊ ഉണ്ട തിന്നാൻ തന്നെ തീരുമാനിച്ചോ? ഉണ്ടാവും, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ ഈ പണി നിർത്തി സ്ഥലം വിടുകയാണ്. പൊയ്ക്കോ. പക്ഷെ ആ ഫോട്ടോ എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അയ്യോ, ഇയാളെന്റെ ഉയരം കൊണ്ടേ പോവും. താൻ വിഷമിക്കണ്ട. നാളത്തെ കൊണ്ട് നമുക്ക് അവളുടെ കഥ കഴിക്കാം. എന്നാ കഥ പറയൂ. രാവിലെ നാൻസി പള്ളിയിൽ പോകുന്നുണ്ട്. അച്ചുവിന് സുഖമില്ലാത്തത് കൊണ്ട് അവൾ ഒറ്റയ്ക്കായിരിക്കും. അല്ലെങ്കിൽ മറ്റവനെയും കൂട്ടി. ആരെ? ആ ചാർലിയെ. പള്ളിയിൽ പോയാൽ പിന്നെ അവർ തിരിച്ചു വരരുത്. ഒരു മോട്ടോർ ആക്സിഡന്റ്. എങ്ങനെ? കാറിന്റെ ബ്രേക്ക് കട്ട്. ഐഡിയ. ഇത് ഞാൻ ഏറ്റു.